ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കമ്പോണൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPU-ൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് കമ്പോണൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കമ്പോണൻസ്, പോർട്ടുകൾ, അഡാപ്റ്റേഴ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ അവസാന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ സിലബസ് ഓൾറെഡി ഫസ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നിങ്ങൾ നോക്കുക. നമ്മൾ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ. ഈ കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാനില്ല. നമ്മളൊരു കമ്പ്യൂട്ടർ ഇപ്പോൾ നിങ്ങൾ ഒരു ഫൈനൽ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ പ്രോജക്റ്റ് ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ലാപ്ടോപ്പുകൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾ പോയി വാങ്ങിക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്നൊരു ടേമാണ് അല്ലേ, നിങ്ങൾ എന്ത് കോൺഫിഗറേഷനാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് പറയൂ എന്ന് നമ്മൾ ചോദിക്കും. അത് നമ്മളിപ്പോൾ സിസ്റ്റത്തിലോട്ടൊന്നും പോകണ്ട, നിങ്ങളൊരു ഫോൺ വാങ്ങിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, എത്ര GB റാം ഉണ്ട്, എത്ര ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കും അല്ലേ. അതേപോലെ ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിനെ റിലേറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ എന്ന് പറയുക. ഇപ്പോൾ മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ കോൺഫിഗറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ഫീച്ചേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ എന്താ പറയുക ക്യാമറ ക്ലാരിറ്റി, അതിൻ്റെ റാം സ്റ്റോറേജ്, ഇൻറ്റേർണൽ സ്റ്റോറേജ്, അങ്ങനെയുള്ള എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ആണ് എന്തിൽ വരുന്നത്, മൊബൈൽ കോൺഫിഗറേഷൻ. സെയിം വേ കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻസ് എന്ന് പറഞ്ഞാലും കമ്പ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റോറേജ് ഡീറ്റെയിൽസ്, അതിൻ്റെ അതർ എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൻ്റെതും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിൻ്റെ നമ്മൾ പറയുന്നത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. നമ്മളൊരു കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ പ്രോസസ്സർ ഏതാണ്, അതിൻ്റെ പ്രോസസ്സർ ഇൻറ്റൽ കോർ i5 ആണോ, i4 ആണോ, i3 ആണോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻറ്റൽ കോർ പ്രോസസ്സറിൻ്റെ ഈ ഒരു i5 ആ 5, 6 ഉണ്ടല്ലോ, അത് അതിൻ്റെ ജനറേഷൻ നമ്പറാണ്. ഇപ്പോൾ i4 എന്ന് പറഞ്ഞാൽ 4th ജനറേഷൻ ആണ്, 5 എന്ന് പറഞ്ഞാൽ എന്താ പറയുക 6th ജനറേഷൻ ആണ്, അല്ലെങ്കിൽ 5th അതിൻ്റെ ഹയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു ഹയർ കൂടുമ്പോൾ, ആ ഒരു വേർഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ വിലയും കൂടും. കാരണം അതിൻ്റെ പ്രോസസ്സറിൻ്റെ റേറ്റ് എന്താ പറയുക ആ ഒരു വേർഷൻ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റി കൂടും. അത് ഈ ഒരു ശരിക്കും ഈ പ്രോസസ്സർ വേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന എന്താ പറയുക സിസ്റ്റത്തിൻ്റെ റേറ്റും കൂടും. വിച്ച് മീൻസ് കോൺഫിഗറേഷൻ അതിൻ്റെ ഹയർ ആണ്. അതാണ് പ്രോസസ്സർ. ഇൻറ്റൽ എന്താ പറയുക ഇൻറ്റൽ ആണ് മെയിനായിട്ട് നമ്മുടെ കോർ പ്രോസസ്സേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. ബാംഗ്ലൂരൊക്കെ ഉണ്ട് അതിൻ്റെ ഫേം ഇൻറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൽ കോർ i5 ആണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്ന പ്രോസസ്സർ എങ്കിൽ OS ഏതിലൊക്കെ നമുക്കതിൽ ഏതൊക്കെ OS ചെയ്യാൻ പറ്റും, വിൻഡോസ് 10 അത് into 64 ബിറ്റിൻ്റെത്. അതേപോലെ തന്നെ മെമ്മറി 8 GB റാം, ഇൻറ്റേർണൽ സ്റ്റോറേജ് 500 GB, അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ മോണിറ്റർ, നെറ്റ്വർക്ക് അഡാപ്റ്റർ ആൻഡ് അതർ ഡീറ്റെയിൽസ് ലൈക്ക് ഹാർഡ് ഡിസ്ക്, നമ്മൾ എന്തെങ്കിലും സെക്കൻഡറി സ്റ്റോറേജ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അതർ ഡീറ്റെയിൽസിൽ വരുന്നത്. വെബ് ക്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് അതർ ഡീറ്റെയിൽസിൽ വരിക. ബേസിക്കലി നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് അതേപോലെ തന്നെ നമ്മുടെ പ്രോസസ്സർ, അതാണ് മെയിനായിട്ട് നമ്മൾ കോൺഫിഗറേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെയും കോൺഫിഗറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് സ്റ്റോറേജ് ഇവിടെ 500-നെക്കാട്ടി 512 GB ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദെൻ മോണിറ്റർ ഡിസ്പ്ലേ, ആ ഡിസ്പ്ലേൻ്റെ നമ്മുടെ സ്ക്രീൻ സൈസ് ഉണ്ടല്ലോ അതാണ്, അതിൻ്റെ ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ വെബ് ക്യാം, ലോക്ക്, എക്സ്റ്റേണൽ ഡ്രൈവർ, ബാക്കപ്സ് അതൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ അതർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വാങ്ങിക്കുന്ന ഇതിലും കമ്പ്യൂട്ടറിൻ്റെ റേറ്റിലും വ്യത്യാസങ്ങൾ വരും. ഈ നിങ്ങളൊക്കെ ലാപ്ടോപ്പൊക്കെ ഈവൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ടേമൊക്കെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. അല്ലാത്തവർ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മളൊരു സംഭവം ഒരു സിസ്റ്റം വാങ്ങിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫീച്ചേഴ്സ്. ഏതാണ് അതിൻ്റെ പ്രോസസ്സർ, ഇൻറ്റൽ ഐ-കോർ ഏതാണെന്ന് അറിയണം. അതേപോലെ തന്നെ ഏതൊക്കെ OSനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്ര ബിറ്റാണ്, 32, ഇപ്പോൾ ഇറങ്ങുന്നതൊക്കെ 64 ബിറ്റാണ്, മുന്നേ 32 ബിറ്റ് ആയിരുന്നു, ഇപ്പോൾ 64 ബിറ്റാണ്. ദെൻ മെമ്മറി, അതിൽ റാൻഡം ആക്സസ് മെമ്മറി എത്രയാണ്, ദെൻ ഇൻറ്റേർണൽ മെമ്മറി എത്രയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പറ്റിക്കപ്പെടാതെ നമുക്കതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയാം, നമുക്കതിൻ്റെ കറക്റ്റ് റേറ്റ് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മളുടെ ഒന്നാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞു. ആക്ച്വലി ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഞാൻ കമ്പോണൻസിൻ്റെ കൂടെ എടുക്കാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ അതിനൊരു കുറച്ച് ലെങ്തി ആയി പോയി. വീണ്ടും അത് ലെങ്തി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നാളെ കൂടെ ഉണ്ട്. നാളെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, ഈ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ എടുത്ത എല്ലാ ഹെഡിങ്സും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പറഞ്ഞു പോവാണ്. അപ്പോൾ നാളത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ജസ്റ്റ് നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂൾ ഒന്ന് റിവൈസ് ചെയ്ത് പോവാണ്
ആണ് കേട്ടോ. ദെൻ മൺഡേ മുതൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് പോവാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുന്നത് കുറവാണെങ്കിൽ പേഴ്സണലി എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.